ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സംഭവം. സർദാന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട സുനിത എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മകൾ റൂബിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഉയർന്ന ജാതിയിൽപ്പെട്ട പാരസ് രജ്പുട്ട് എന്ന യുവാവാണ് ഈ അതിക്രമത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. സത്യേന്ദ്രകുമാർ എന്നയാളുടെ കുടുംബമാണിത്. 3 ആൺമക്കളും ഒരു മകളുമാണ് അവർക്ക്. ഇളയ കുട്ടിയാണ് റൂബി. ഈ റൂബിയാണ് തട്ടിക്കൊണ്ടുപോയത്. വലിയ സാമ്പത്തിക പ്രശ്നമൊക്കെ നേരിടുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കാൻ റൂബിക്ക് സാധിച്ചില്ല. പാതി വഴിയിൽ അത് ഉപേക്ഷിച്ചു. ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൃഷിപ്പണിയിലൊക്കെ സഹായം ചെയ്ത് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇവൾക്ക് കല്യാണാലോചനകൾ സജീവമായത്. അമ്മ സുനിതയ്ക്കൊപ്പം രാവിലെ പാടശേഖരത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഇന്നത്തെ സംഭവം നടക്കുന്നത്. സമീപത്തെ ആശുപത്രിയിൽ ഡോക്ടർക്ക് സഹായിയായി കമ്പൗണ്ടർ എന്നൊക്കെ പറയുന്ന രീതിയിൽ നിൽക്കുന്ന ആളാണ് ഈ കുറ്റാരോപിതനായിട്ടുള്ള പാരസ്. ഈ വഴിമധ്യേ പാരസ് 2 പേരെയും തടഞ്ഞു നിർത്തുകയാണ്. അമ്മ സുനിതയുമായി ആദ്യം വാക്കുതർക്കമുണ്ടാവുന്നു. ഒടുവിൽ മകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പാരസ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എതിർക്കുകയാണ് അമ്മ സുനിത. അപ്പോൾ ഒരു മഴ കൊണ്ട് തലയ്ക്ക് ആക്രമിക്കുന്നു. എന്നിട്ട് റൂബിയെ ബലമായി ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി. സത്യേന്ദ്രകുമാർ എന്ന ഈ പിതാവ്, അതായത് ഈ പെൺകുട്ടിയുടെ പിതാവ്, മരിച്ച സുനിതയുടെ ഭർത്താവ് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി. छोल में गए थे जी हम जी मैं पहले चला गया था, फिर लड़की और हमारी घरवाली आई बाद में जी। रास्ते में मिले लड़के दो या 4 जो भी, वो तो नहीं पता होगा। उन्होंने लड़के को छेड़खानी करा तो घरवाली ने विरोध उठाया। उन्होंने उसको फरसे से काट दिया और लड़की को उठा कर ले गए। कौन लोग थे बाबा? वे राजपूत ही थे, गांव के ही हैं, पारस। बॉडी आगे घर पे जो संस्कार नहीं कर रहे, क्यों संस्कार नहीं करे? लड़की ने आई है तो हमारी, तो ऐसे कैसे करते हैं हम? पहली बात तो हमारी लड़की आनी चाहिए। संस्कार होगा जब सड़ानदारी हमारे घर में पड़ी हुई है। जो भी कुछ हो, प्रशासन के लोग साथ हैं आपके, कुछ कह रहे हैं, आश्वासन दिया है कुछ? पर क्या है? कुछ भी नहीं। जब हमारी लड़की नहीं आई तो कुछ भी नहीं। अभी तो हमें क्या है? हमें अभी तो कुछ भी नहीं है। മുഖത്ത് വെട്ടേറ്റ് ആ സ്ത്രീ വീണപ്പോൾ ഉറക്കെ നിലവിളിച്ചു. ആ ശബ്ദം കേട്ടാണ് സമീപത്തുള്ളവർ ഓടിയെത്തിയത്. അങ്ങനെ ഈ സ്ത്രീയെ എടുത്തുകൊണ്ടുപോയി മോടിപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും രക്തസ്രാവത്തിൽ സുനിത മരിക്കുകയായിരുന്നു. തലക്കേറ്റ ആഴമേറിയ മുറിവിന് അതൊരു ശസ്ത്രക്രിയ നടത്തണമായിരുന്നു. അതിനായി ഡോക്ടർമാർ തയ്യാറെടുക്കുമ്പോഴായിരുന്നു സുനിതയുടെ മരണം. മരണത്തിന് മുൻപ് പോലീസിന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. പാരസിന്റെ കുടുംബം ഇപ്പോൾ ഒളിവിലാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. तत्कालिक वहाँ एम्बुलेंस और पुलिसकर्मी पहुँचे और उनको अस्पताल में एडमिट कराया गया। अस्पताल में पुलिस सभी डॉक्टरों ने बहुत प्रयास किया लेकिन उनको बचा नहीं पाए। इस संबंध में मुकदमा अपराध संख्या 11/26 धारा 126(2), 352, 109, 1, 14D BNSS और 325 SC/ST एक्ट के अंदर कायम हुआ थाना सरदाना में। इसके वारिस है नरेश कुमार पुत्र श्री सत्येंद्र कुमार। इस संबंध में जो है तत्कालिक रूप से SSP DIG मेरठ श्री डॉक्टर विपिन टाडा, जिलाधिकारी मेरठ डॉक्टर विजय कुमार सिंह और साथ में अभिजीत कुमार और आशुतोष कुमार CO मौके पे गए और मौके पे जाके उन्होंने स्थिति की गंभीरता को देखते हुए लगभग 10 से 14 टीमें बनाई। ये सारी टीमें जो है तकनीकी रूप से भी परीक्षण कर रही हैं, साथ में लोगों से भी पड़ताल कर रही हैं। गांव के लोग जो है पूरी तरह से आगे बढ़ के सहयोग कर रहे हैं पुलिस की, और साथ में आसपास के लोग भी सहयोग कर रहे हैं ताकि जो मुलजिम है उसको तत्कालिक रूप से गिरफ्तार किया जाए। इस पे टीमें जो है लगभग 7 जनपद में गई हुई हैं और वो अलग अलग प्रयास कर रही हैं। सर्वप्रथम प्रयास है कि हमारी विवेचना में जो तथ्य आ रहे हैं उस तथ्य के अंतर्गत जो है मुलजिम को पकड़ा जाए और पकड़ के उसको कानून के सामने लाया जाए। ആ കൊലപാതകവും ആ തട്ടിക്കൊണ്ടുപോകലും ജാതീയമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾക്കാണ് ആ ഗ്രാമത്തിൽ വഴിവരുന്നിട്ടത്. വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു ദലിത് സംഘടനകളും ഒപ്പം പാർട്ടികളും. എന്നാൽ നാട്ടുകാരിൽ ചിലർ പറയുന്നത് മറ്റൊരു കഥയാണ്. പെൺകുട്ടിക്ക് 20 വയസ്സും ഈ പറഞ്ഞ യുവാവ് പാരസിന് 16 വയസ്സുമാണ് പ്രായം. 2 പേരും പ്രണയത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ തന്നെ ഇതിനെ ചൊല്ലി വീട്ടുകാർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ആ പെൺകുട്ടിയുടേത് ദളിത് കുടുംബവും ആ പയ്യൻ്റേത് ഉയർന്ന ജാതിയിൽപ്പെട്ട വിഭാഗവുമാണ്.
അങ്ങനെ പഞ്ചായത്ത് കൂടി അന്ന് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് അന്ന് ഈ ആൺകുട്ടിയുടെ വീട്ടുകാർ കുറച്ച് പണമൊക്കെ നൽകിയിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് കരുതുമ്പോഴും ഈ രണ്ടുപേരും ആ ബന്ധം പ്രണയം തുടരുകയായിരുന്നു. വിവാഹാലോചനകൾ വന്നതോടെ രണ്ടുപേർക്കും ആശങ്കയായി. ഈ പെൺകുട്ടിയാണ് ഈ പാരസ് എന്ന യുവാവിനെ രാവിലെ ഫോണിൽ വിളിച്ച് ഈ വഴിയിൽ എത്താൻ ആവശ്യപ്പെട്ടതെന്നും ഒളിച്ചോടാനാണ് വിളിച്ചതെന്നും ഈ നാട്ടുകാർ പറയുന്നു. മാത്രമല്ല, ഞെട്ടിക്കുന്നത് ആ നാട്ടുകാർ പറയുന്നതിൽ അമ്മയെ ആക്രമിച്ചത് ആ പാരസ് അല്ല, ആ പെൺകുട്ടി തന്നെയാണെന്നാണ്. ഒരുപക്ഷെ അത് രജ്പുട്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കാം. എന്നാലും അവരുടെ പ്രതികരണം ഞെട്ടിക്കുന്നതാണ്. ये लड़का यहाँ ही पास में जो पारस का घर है यही कंपाउंडर था। बस जो ये हमारे बड़े भाई ने बताया ये बात पूरा गांव ही कह रहा है। मतलब ये जो मैटर जो हुआ है यो लड़के ने अंजाम नहीं दिया, यो लड़की ने अंजाम दिया जो भी दिया। आपका कहना है कि हत्या क्या लड़की ने की? हाँ, लड़की ने धारदार हथियार उसके हाथ में पलकटी थी, जो बताने वाले बता रहे, हम तो थे नहीं यहाँ। पर लड़की ने, वो लड़का तो अभी नाबालिग है, लड़का तो नाबालिग है। लड़की की उम्र, हाँ लड़की की उम्र जो 22 साल है, लड़का मेरे साल 14-15 साल का होगा। हाँ, ये जो भाई साहब ने कहा कि लड़का जो था जिस पर हत्या का आरोप लगा है उसने हत्या नहीं की है। नहीं, उसने नहीं की। क्या हुआ था? वो तो उसने खुद, लड़की ने बुलाया था उसे फोन करके कि आजा तू, भाई मैं यहाँ जंगल में हूँ, चलेंगे हम। उस लड़की की शादी तय हो गई थी अभी 4-5 दिन पहले, तो वे लड़के लड़की दोनों ही परेशान थे शादी तय होने की वजह से। तो उस लड़के का प्लान बना था कि हम कहीं चले जाएं, तो इस वजह से लड़की ने फोन करा उस लड़के को, जब लड़का गया हम। അങ്ങനെ ആ പെൺകുട്ടിയും ആ യുവാവും തമ്മിലുള്ള ബന്ധം ഒരു ഗ്രാമത്തെ ആകെ കലാപതുല്യ സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. സുനിതയുടെ മൃതദേഹം കൊണ്ടുപോകാൻ എത്തിച്ച ആംബുലൻസ് പ്രദേശവാസികൾ, ആ നാട്ടുകാർ രോഷാകുലരായിരുന്നു. അവർ തകർത്തു. പലയിടങ്ങളിലും ഇപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് തടഞ്ഞിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹമാണ് ഗ്രാമമാകെ. സുനിതയുടെ മൃതദേഹം ആദ്യം സംസ്കരിക്കാൻ തയ്യാറായിരുന്നില്ല ബന്ധുക്കൾ. പിന്നീട് സർക്കാർ ഇടപെട്ടു. ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മൃതദേഹം സംസ്കരിക്കാൻ അവർ തയ്യാറായി. പക്ഷെ പെൺകുട്ടിയെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. പാരസിനെ കുറിച്ചും വിവരമില്ല. യുവാവിനെ വെട്ടിനുറുക്കി 6 കഷണങ്ങളാക്കി. നെഞ്ചിന് മുകളിലേക്കുള്ള ഭാഗം ഒരു പ്ലാസ്റ്റിക് വീപ്പയിൽ ഉപേക്ഷിച്ചു. ഒരു ഭാഗം കത്തിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.